വെൽക്കം ബാക്ക് ഗൈസ് ടു ഫിലിമി രസം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ പുതിയ പടം കണ്ടിട്ട് അതിന്റെ റിവ്യൂ ഇടാൻ വന്നതല്ല. ഇത് ആക്ച്വലി നമ്മൾ നേരത്തെ എന്റെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ കൂലിയെ കുറിച്ചാണ് മിണ്ടുന്നത് റിവ്യൂ പറഞ്ഞത്. പക്ഷേ ഇത് അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നത് ഇത് അത്ര ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു പടം ആയിട്ട് നമുക്ക് തോന്നുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ അതിനകത്ത് എനിക്ക് സത്യം പറഞ്ഞ ഒരു മാറ്റം പറയാനുണ്ട്. ഇതിപ്പോ ഞാൻ പടം അന്ന് കണ്ടിട്ടാണ് ഞാൻ അന്ന് റിവ്യൂ ഇട്ടത്. പക്ഷെ ഞാൻ എന്തായാലും വീണ്ടും ഒന്നുകൂടെ പോയി പടം കണ്ടു. ആൻഡ് കാര്യം എന്താന്ന് വെച്ചാല് ഇപ്പൊ ആൾക്കാർക്ക് ഈ പടം കണ്ടിട്ട് മോശമായിട്ട് തോന്നിയ ആൾക്കാരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റൂല, ഫസ്റ്റ് ടൈം ആയിട്ട് കണ്ടവരെ. കാരണം അങ്ങനെയായിരുന്നു പ്രൊമോഷൻ വർക്ക്സ് എല്ലാം. കാരണം ഇപ്പൊ ഇന്റർവെൽ പഞ്ചിലാണെങ്കിൽ ഭയങ്കര ഒരു ബ്ലാസ്റ്റിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നതാണ് ലോകേഷ് തന്നെ പറഞ്ഞത്. കൂടാതെ പ്രൊമോഷൻ കാര്യങ്ങളാണെങ്കിലും പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട PR വർക്ക്സ് ആണെങ്കിലും ആദ്യത്തെ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ 1000 കോടി പടമായിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ പല ഇത് കാണുമ്പോൾ ഓബിയസ്ലി പിന്നെ കൂടാതെ നമ്മൾ ലോകേഷിന്റെ പ്രീവിയസ് പടമായിട്ട് ഓൾറെഡി കൈതി, വിക്രം അല്ലെങ്കിൽ മാസ്റ്റർ, പിന്നെ ലിയോ ഉണ്ട്, ഇതുപോലത്തെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ലോകേഷ് ഫാനിന് ഓബിയസ്ലി തിയേറ്ററിൽ ആദ്യമായിട്ട് കാണാൻ പോയ ആൾക്ക് ഭയങ്കര എക്സ്പെക്ടേഷനോടെയാണ് എന്തായാലും പടം പോയി കാണുള്ളൂ. സോ ആദ്യമായിട്ട് കണ്ട ആൾക്കാര് മിക്കവരും തന്നെ ചിലപ്പോൾ ഒന്ന് ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നാട്ടുകാരെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. കാരണം അത് ഈ ഫിലിമിന്റെ ടീം തന്നെയാണ് ഇത്തരം പ്രൊമോഷൻ ചെയ്ത് ഇറക്കി വിട്ടത്, അതിനെ സമ്മതിക്കുന്നു. പക്ഷേ ഇത് ഇനിയിപ്പോ ടീം ചെയ്ത പ്രൊമോഷൻ അനുസരിച്ച് എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിട്ടുണ്ടോന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതില്ല. കാരണം അതിനകത്ത് ഈ പടത്തിൽ കുറെ ഫോൾസ് ആൻഡ് ഫ്ലോപ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാനിതിപ്പോ രണ്ടാമത് പോയി കണ്ടു, അതുകൊണ്ട് പറയാണ് നമ്മള് ഈ പടത്തിന് പ്രത്യേകിച്ച് ഇപ്പൊ അവര് കാര്യം ശരി, ഇവർ ഇത്ര എക്സ്പെക്ടേഷൻ തന്നെങ്കിലും ഈ പറയുന്ന എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാണ്ട് നമ്മള് പ്രത്യേകിച്ച് ഈ പടത്തിൽ ഭയങ്കര മാസമായിട്ട് എന്തെങ്കിലും കാണുന്ന ഒന്നും പ്രതീക്ഷിക്കാതെ ഈ പടം ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പോയി കാണുവാണെങ്കിൽ നമുക്ക് ഈ പടം സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റും. ആസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബാക്കി ലോകേഷ് പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല. അതായത് ഇച്ചിരി നമുക്ക് വേണേൽ ഡൗൺ ആണെന്ന് വേണേൽ പറയാം. പക്ഷെ നമ്മൾ ഇത് ആക്ച്വലി ഒരു നല്ല ഇത് പ്രത്യേകിച്ച് വലിയ എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്ത് കാണുന്ന വെച്ചാൽ ഇത് സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. അത് എല്ലാവർക്കും ഈ അതേ അഭിപ്രായം വരണമെന്നില്ല. കാരണം എല്ലാവർക്കും ഇപ്പൊ ഞാൻ പോയതുപോലെ 2-3 വട്ടം പോയി തിയേറ്ററിൽ പോയി കണ്ട പടം വീണ്ടും കാണാൻ പറ്റൂല. സോ കണ്ടവര് ഇപ്പൊ എന്തായാലും ബാഡ് അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു അവർ ഒരിക്കലും കുറ്റം പറയാൻ പറ്റൂല. കാരണം അമ്മാതിരിയായിരുന്നു പ്രൊമോഷൻ കാര്യങ്ങളും ഒക്കെ, ശരിയാണ്. പക്ഷെ ഇനി കാണാനുള്ളവര് ഈ വന്ന റിവ്യൂസും എല്ലാം മിക്കതും തന്നെ ഒരു 80% റിവ്യൂസും ചീത്ത തന്നെയാണ് പറഞ്ഞത്. അതായത് കൂലിയെ കുറിച്ച് അത് ഡിസാറ്റിസ്ഫൈഡ് ആണ്, പ്രതീക്ഷിച്ച അത്രയും ഇല്ല, സ്റ്റോറി സ്ക്രീൻ പ്ലേ എല്ലാം മോശമാണ്, ഇതെല്ലാം തന്നെയാണ് അവർ പറയുന്നതെങ്കിലും അത് കേട്ട് ഇപ്പൊ ഓബിയസ്ലി അപ്പൊ അത്ര എക്സ്പെക്ടേഷൻ ആയിട്ട് ലെവലിൽ ഇല്ലെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ഇനി കാണാൻ പോകുന്നവര് ആക്ച്വലി പടം പോയി കാണാൻ നിങ്ങൾ ഒട്ടും മടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ സത്യം പറഞ്ഞാൽ പടം പോയി കാണണം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഈ പടം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഭയങ്കര മാസ്മരികമായിട്ട് എക്സ്പെക്ട് ചെയ്യാണ്ട് നിങ്ങൾ സാധാരണ ഒരു പടം മാതിരി പോയി തിയേറ്ററിൽ പോയി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിരിക്കും ഇത്. കാരണം അതിനകത്ത് രജനീസും എന്തായാലും ഉണ്ട്, അനിരുദ്ധിന്റെ ബീജി അടിപൊളിയാണ്, പിന്നെ നാഗാർജുന സൗബിന്റെ ഒക്കെ പെർഫോമൻസ് നല്ലോണം ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ സാധാരണ പടമായിട്ട് തിയേറ്ററിൽ പോയി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റും. കണ്ടമാന റിവ്യൂസ് ഇപ്പൊ ആദ്യം തന്നെ വന്നത് എന്തായാലും മോശപ്പടമാണ്, എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നില്ലെന്നൊക്കെ പറയുന്നെങ്കിലും നിങ്ങൾ ഇത് തിയേറ്ററിൽ അധികം എക്സ്പെക്ട് ചെയ്യാണ്ട് പോയി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ എല്ലാവർക്കും റിസ്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ കണ്ടവർക്ക് വീണ്ടും പോയി തിയേറ്ററിൽ പോയി കണ്ട് പൈസ ചിലപ്പോൾ കളയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ലാത്തവര് ഞാൻ പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. അധികം എക്സ്പെക്ടേഷനോട് പോകണ്ട. നിങ്ങൾ ഒരു സാധാരണ പടം, ഇത് ലോകേഷിന്റെ രജനീകാന്തിനെ വെച്ചുള്ള വലിയ പടമാണെന്നൊന്നും ഓർക്കാണ്ട് ഒരു സാധാരണ പടം പോയി കാണുമെന്ന് പറഞ്ഞ് തിയേറ്ററിൽ പോയി കണ്ട നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കൂലിയെ കുറിച്ച് പറയാൻ. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞല്ലോ, ഈ പടത്തിനെ കുറിച്ച് ആർക്ക് എന്ത് റിവ്യൂ വന്നാലും അവരെ മോശമാണെന്ന് പറഞ്ഞാൽ അവരെ ഒരിക്കലും തെറ്റു പറയാൻ പറ്റൂല. കാരണം അങ്ങനെയായിരുന്നു പ്രൊമോഷൻ വർക്ക്സ്. പക്ഷെ നല്ലതെന്ന് പറഞ്ഞാൽ അവരെയും തെറ്റു പറയാൻ പറ്റൂല. കാരണം ഇത് ആക്ച്വലി ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് കണ്ടാൽ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കാണാത്ത, നിങ്ങളുടെ കൂലി കാണാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.